ഞാൻ ആ ബിൽഡിംഗിൽ അപ്പാർട്ട്മെന്റ് എടുക്കാൻ പോയത് 1 ബെഡ്റൂം ബിൽഡിംഗിലോ? പ്രൈസ് 2.4 million. എത്ര 1 ബെഡ്റൂമിനോ? എത്ര മക്കളാ നിനക്ക്? എനിക്ക് 4 മക്കള്. 4 മക്കളും നീയും വൈഫും 1 ബെഡ്റൂം മതിയോ നിനക്ക്? അഡ്ജസ്റ്റ് ചെയ്യാനോ വേറെന്ത് ചെയ്യാൻ? എത്രയാന്ന് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. നിനക്ക് 2.1 million 4 ബെഡ്റൂം ഉള്ള ടൗൺ ഹൗസ് ഞാൻ എടുത്തു തരട്ടെ. ഷെബീർക്ക് ഇങ്ങനെ പറയും 2.1 million 4 ബെഡ്റൂം. അതേടാ, അത് മാത്രമല്ല ഏതാണ്ട് 2700 സ്ക്വയർ ഫീറ്റും ഉണ്ട്. ഷെബീർക്ക് എന്റെ അടുത്ത് ഫുൾ പേയ്മെന്റ് ഒന്നുമില്ല, മോർഗേജ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. എടാ, എനിക്കൊരു 30% 3 കൊല്ലം കൊണ്ട് അടക്കാൻ പറ്റുമോ? അടക്കാൻ പറ്റും സുഖമായിട്ട്. എന്നാ ബാക്കി ഞാൻ പറഞ്ഞുതരാം. ഫായിദേ, ഇതാണ് നിന്റെ 4 ബെഡ്റൂം ടൗൺ ഹൗസ്. നിന്റെ 2 കാറും ഇവിടെ വെക്കാം. 4 ബെഡ്റൂം വരുന്ന മുകളിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 അറ്റാച്ച്ഡ് വാഷ്റൂമാണ് കേട്ടോ. ഇനി എങ്ങനെയാണ് നിന്റെ കമ്മ്യൂണിറ്റി റെഡി ആയാലുണ്ടാന്ന് വെച്ചാൽ ഇതാണ് അതിന്റെ മോക്കപ്പ് എന്ന് പറയുന്നത്. ഇത് നിങ്ങളുടെ ഷോപ്പിംഗ് മാളാണ് കമ്മ്യൂണിറ്റിയിലുള്ളത്. ഇത് നഴ്സറിയാണ്, നിന്റെ കുട്ടികളൊക്കെ ചെറുതല്ലേ. പിന്നെ ഇത് മോസ്ക്, പിന്നെ വലിയ ലെങ്തിയായ സെൻട്രൽ പാർക്ക് ഉണ്ട്. ഇത് അമ്യൂണിറ്റീസ് ഏരിയ ആണ്. ഇതിൽ നിനക്ക് 4 ബെഡ്റൂം ടൗൺ ഹൗസ് മാത്രമല്ല കേട്ടോ, 5 ബെഡ്റൂം സെമി ഡിറ്റാച്ച്ഡ് വില്ല, സിഗ്നേച്ചർ വില്ല 6 ബെഡ്റൂം. മക്കളൊക്കെ കുറച്ചുകൂടി വലുതാകുമ്പോൾ അതൊക്കെ എടുക്കേണ്ടി വരും. പിന്നെ ഇവിടെയും അമ്യൂണിറ്റീസ് ഏരിയ ഉണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെറും 5% ഡൗൺ പേയ്മെന്റിലും കൺസ്ട്രക്ഷൻ പീരീഡിൽ 30% കൊടുത്താൽ 70% ഉണ്ടെങ്കിൽ ഹാൻഡ് ഓവറിൽ കൊടുത്തോ, ഇല്ല ഡയറക്റ്റ് മോർഗേജ് ചെയ്തോ. അപ്പൊ ബുക്ക് ചെയ്യാനൊന്നും ഇപ്പം കൊടുക്കേണ്ടത് 1 ലക്ഷം ദിർഹംസ് കയ്യിലുണ്ടോ? ഉണ്ട്. നടക്കും, ഞാൻ ബുക്ക് ചെയ്യിപ്പിച്ചു തരാം.